നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ദൃശ്യ പോരാട്ടം ചിത്രീകരണം നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ നടന്നു. പരിപാടിയിൽ 5 വർഷത്തെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായി. കുറഞ്ഞ വിലയ്ക്ക് മറുനാടൻ വാഴക്കുലകൾ വിപണി കീഴടക്കിയതോടെ കർഷക മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ തയ്യാറാകാതെ വ്യാപാരികൾ. വാഴക്കുലകൾ വിറ്റഴിക്കാൻ മാർഗമില്ലാതെ കർഷകർ ദുരിതത്തിൽ. കർഷക മാർക്കറ്റുകളിലും കർഷക ഓപ്പൺ മാർക്കറ്റുകളിലും വാഴക്കുലകൾ കെട്ടിക്കിടക്കുന്നു. പാലാ കൊല്ലപ്പള്ളി കാവുകണ്ടത്ത് തോട്ടിലൊഴുക്കിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. കാവുകണ്ടം കണ്ടത്തിൻതറയിൽ ശ്രീനിവാസനാണ് മരിച്ചത്. പോലീസും ഫയർഫോഴ്സും സ്ക്യൂബ ടീമും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യ ചാനൽ ഒരുക്കുന്ന പോരാട്ടം തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി വിവിധ പഞ്ചായത്തുകളിൽ പുരോഗമിക്കുകയാണ്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായ പരിപാടിക്ക് ഗീതാഞ്ജലി ഓഡിറ്റോറിയം വേദിയായി. സംവാദം പങ്കാളിത്തം കൊണ്ടും ആവേശകരമായ ചർച്ചകൾ കൊണ്ടും ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ, പ്രതിപക്ഷ പ്രതിനിധി ജോ ജോസഫ്, LDF കൺവീനർ അജി കരുവാക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ റോയ് നെച്ചുകാട്ട്, BJP പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റ് KC മോഹൻദാസ് എന്നിവർ സംവാദ പരിപാടിയിൽ നിലപാടുകൾ വ്യക്തമാക്കി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ് പാലാ റിപ്പോർട്ടർ തരുൺ സെബാസ്റ്റ്യൻ അവതാരകനായിരുന്നു. ആലപ്പാട്ട് ഗോൾഡ്, മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ എന്നിവരാണ് പരിപാടിയുടെ പ്രായോജകർ. കുറഞ്ഞ വിലയ്ക്ക് മറുനാടൻ വാഴക്കുലകൾ വിപണി കീഴടക്കിയതോടെ കർഷക മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ തയ്യാറാകാതെ വ്യാപാരികൾ. സാധനം വിറ്റഴിക്കുവാൻ മാർഗമില്ലാതെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. തമിഴ്നാട് മേട്ടുപാളയത്തു നിന്നും കുറഞ്ഞ നിരക്കിൽ വാഴക്കുലകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു നൽകുന്നതാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ വാഴക്കുലകളുടെ വില ഗണ്യമായി കുറയുവാൻ കാരണം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന കർഷക മാർക്കറ്റുകളിലും കർഷക ഓപ്പൺ മാർക്കറ്റുകളിലും വാഴക്കുലകൾ കെട്ടിക്കിടക്കുകയാണ്. 60 രൂപ വിലയുണ്ടായിരുന്ന ഏത്തക്കായ്ക്ക് ഇപ്പോൾ 30 മുതൽ 36 രൂപ വരെയാണ് ലഭിക്കുന്നത്. 80 രൂപ വിലയുണ്ടായിരുന്ന ഞാലിപ്പൂവൻ ഇപ്പോൾ 20 മുതൽ 30 രൂപ വരെ മാത്രമാണ് കർഷകന് ലഭിക്കുന്നത്. പാളയം കോടനും റോബസ്റ്റയും വാങ്ങുവാൻ പോലും വ്യാപാരികൾ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം മുണ്ടക്കയം ചോറ്റിയിൽ പ്രവർത്തിക്കുന്ന VFPCKയുടെ മാർക്കറ്റിലെത്തിച്ച വാഴക്കുലകൾ വാങ്ങുവാൻ വ്യാപാരികൾ ഇല്ലാത്തതുമൂലം കർഷകർക്ക് തിരികെ കൊണ്ടുപോകേണ്ടി വന്നിരുന്നു. കോട്ടയം ജില്ലയിലെ ഒട്ടുമിക്ക മാർക്കറ്റുകളിൽ നിന്നും വ്യാപാരികൾ ഇപ്പോൾ വാഴക്കുലകൾ ശേഖരിക്കുന്നില്ല. കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും വാഴക്കുലകൾ എത്തിച്ചു നൽകും എന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇതോടെ മലയോര മേഖലയിലെ കർഷകർ കടുത്ത ദുരിതത്തിലായി. സ്ഥലം പാട്ടത്തിനെടുത്തും വലിയ തുക മുതൽ മുടക്കിയും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുമെല്ലാം വിപണിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ ന്യായവില പോലും ലഭിക്കാത്തത് പലരെയും കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് മാത്രമാണ് കേരളത്തിൽ വാഴ കൃഷി ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ എല്ലാ സീസണിലും വാഴ കൃഷി സുലഭമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഉൽപ്പാദനം നടത്തി കേരള വിപണിയിലെത്തിച്ച് ഇവിടുത്തെ വില ഇടിക്കും. ഇതോടെ കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറും. ഈ അവസരം മുതലെടുത്ത് വലിയ വിലയ്ക്ക് വീണ്ടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വാഴക്കുലകളെത്തും. ഈ ചൂഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ്. വർഷങ്ങളായി ഈ പ്രതിഭാസം തുടരുന്നുണ്ടെങ്കിലും കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ന്യായവില ഉറപ്പാക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, മുണ്ടക്കയം. പാലാ കൊല്ലപ്പള്ളി കാവുംകണ്ടത്ത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മധ്യവയസ്കനെ കണ്ടെത്തി. കാവുംകണ്ടം കണ്ടത്തിൻതറയിൽ ശ്രീനിവാസനാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ തോട്ടിൽ കുത്തൊഴുക്ക് ആയിരുന്നു. പോലീസും ഫയർഫോഴ്സും സ്ക്യൂബ ടീമും ഇന്നലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്.
ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ വടക്കേനട ഭാഗത്തുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക്. നിയന്ത്രണം വിട്ട കാറാണ് അപകടത്തിന് കാരണമായത്. പട്ടിത്താനം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ബൈപ്പാസിൽ പാർക്ക് ചെയ്തിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിക്കുകയും ഇതേ തുടർന്ന് നിയന്ത്രണം തെറ്റിയ കാർ പാറകണ്ടം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ തെറിച്ച റോഡിലേക്ക് വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടിത്താനം സ്വദേശിയായ യുവാവ് ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റു. കാറിടിച്ച നാഷണൽ പെർമിറ്റ് ലോറിക്ക് തകരാർ സംഭവിച്ചു. ഒക്ടോബർ 23-ന് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, പാലാ രൂപതാധ്യക്ഷനും കോളേജ് രക്ഷാധികാരിയുമായ ജോസഫ് കളറിങ്ങാട്ട്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി വി.എൻ. വാസവൻ, എംപിമാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, മാണസി കാപ്പൻ എം.എൽ.എ, പാലാ രൂപത മുഖ്യ വികാരി ജനറലും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ, ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത് വളർന്നു 75 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് ഈ അസുര ഭാഗ്യം കോളേജിന് കൈവന്നത്. കോളേജിൽ ഇതുവരെ ഒരു പദവിയിൽ ഇരിക്കുന്ന രാഷ്ട്രപതി വന്നിട്ടില്ല. നമുക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന പദവി രാഷ്ട്രപതിയുടേതാണ്. പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ശ്രീ വി ഗിരി വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ആയതിനു ശേഷം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻകംബന്റ് പ്രസിഡന്റ് ഇതുവരെ സെന്റ് തോമസ് കോളേജിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം 75 വർഷത്തെ ഏറ്റവും വലിയ ചടങ്ങാണ്. കോളേജിന്റെ വളർച്ചയിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും വലിയ ഊർജം പകരേണ്ടതായ ഒരു സന്ദർഭവുമാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ, മീഡിയ കോർഡിനേറ്റർ പ്രൊഫസർ സിജു ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന കിരാതകളം എഴുത്തുപാട്ട് ഭക്തി നിർഭരമായി. സർവൈശ്വര്യത്തിനും സർവ്വ ദുരിതദോഷ ശാന്തിക്കുമായി ദീപാവലി നാളിലാണ് കാവിൻപുറം ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടത്തിയത്. കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കളമെഴുത്തുപാട്ട് നടന്നത്. അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയകളുടെ ഭാഗമായി കുറിച്ചിത്താനം വിശാഖമാരാരുടെ നേതൃത്വത്തിലാണ് കളമെഴുതിയത്. കിരാതരൂപങ്ങളുടെ കളം സാധാരണ ക്ഷേത്രങ്ങളിൽ പതിവില്ല. കാവിൻപുറം ക്ഷേത്രത്തിലെ ഉമാമഹേശ്വരന്മാർ കിരാതി സങ്കല്പത്തിലായതിനാലാണ് ഇത്തരത്തിൽ കളമെഴുതിയത്. കരിപ്പൊടി, അരിപ്പൊടി, പച്ചിലപ്പൊടി തുടങ്ങി പ്രകൃതിദത്തമായ 5 വസ്തുക്കൾ ഉപയോഗിച്ച് 3 മണിക്കൂർ നേരമെടുത്താണ് കിരാതിയുടെയും കിരാതൻ്റെയും കളം പൂർത്തിയായത്. വൈകിട്ട് ത്രികാല പൂജയോടെയായിരുന്നു കളംപാട്ട് നടന്നത്. തുടർന്ന് വിശേഷാൽ ദീപാരാധനയും നടന്നു. കളത്തിൽ മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജയുമുണ്ടായിരുന്നു. പൗരാണിക ധൂളിരൂപ ആരാധനയുടെ തുടർച്ചയായി നടത്തുന്ന കളമെഴുത്തുപാട്ടിലും ഓരോ ഭക്തരുടെയും നാളിലും പേരിലും കളത്തിൽ പൂജ നടന്നു. തുടർന്ന് കളം തൊഴിയിലും കളം മായ്ക്കലും നടത്തി. ദീപാവലിയോടനുബന്ധിച്ച് വിശേഷാൽ ദീപക്കാഴ്ചയും ഒരുക്കിയിരുന്നു. പരിപാടികൾക്ക് ദേവസ്വം ഭാരവാഹികളായ ടി.എൻ. സുകുമാരൻ നായർ, പി.എൻ. ചന്ദ്രശേഖരൻ, കെ.ജി. ഭാസ്കരൻ, ദിലീപ് കുമാർ, സുരേഷ് ലക്ഷ്മി നിവാസ്, ത്രിവിക്രമൻ തെങ്ങുംപള്ളിൽ, ഗോപകുമാർ, ആർ. ജയചന്ദ്രൻ നായർ, സി.ജി. വിജയകുമാർ, ആർ. സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദൃശ്യ ന്യൂസ്, പാലാ. കോട്ടയം അയർക്കുന്നത്ത് സംശയത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ കൊല്ലാൻ ഉപയോഗിച്ച കമ്പിപ്പാര കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് ബംഗാൾ സ്വദേശിയായ സോണി ഭാര്യ അൽപ്പനയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാര്യയ്ക്ക് മറ്റാരോടോ അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് കൊന്ന ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു. പ്രതി കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച കമ്പിപ്പാര, അൽപ്പനയുടെ ഫോൺ എന്നിവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.
അൽപ്പനയുടെ ബന്ധുക്കൾ എത്തിയ ശേഷമാകും പോസ്റ്റ്മോർട്ടം നടത്തുക. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കി ചേലച്ചുവടിൽ സ്വീകരണം നൽകി. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന സ്വീകരണ പരിപാടികൾ ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യമുയർത്തി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ജാഥ ക്യാപ്റ്റനായുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്കാണ് ചേലച്ചുവട്ടിൽ സ്വീകരണം നൽകിയത്. മതേതരത്വ ഭരണഘടനാ സംരക്ഷണം, JB ഘോഷി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, വന്യമൃഗ ആക്രമണം, ഭൂനിയമങ്ങൾ, കാർഷികോൽപ്പന്ന വിലത്തകർച്ച, വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന എന്നീ ആവശ്യങ്ങൾ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒക്ടോബർ 13-ന് കാസർഗോഡ് നിന്നും അവകാശ സംരക്ഷണ യാത്ര ആരംഭിച്ചത്. ഇടുക്കി രൂപതയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലച്ചുവട്ടിൽ എത്തുകയായിരുന്നു. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആരെയും ചെറുതാക്കാൻ ശ്രമിക്കാറില്ല, ആരെയും ഓടിക്കാൻ ശ്രമിക്കാറില്ല. സഭയുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് പ്രവർത്തന രീതി നോക്കിയാലും സഭാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് വ്യക്തമാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന സഭയാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ജനങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയും, ഈ പ്രദേശം ജാതി മത ഭേദമന്യേ പറയും, ഈ പ്രദേശം ഇന്ന് വളർന്നിട്ടുണ്ടെന്ന് വരികിൽ ഇവിടുത്തെ ജനങ്ങൾ വിദ്യാസമ്പന്നരായിട്ടുണ്ടെങ്കിൽ. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവിയിൽ, കത്തീഡ്രൽ വികാരി ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ, ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, ചുരുളി ഫൊറോന ചർച്ച് വികാരി ജോസ് മാറാട്ടിൽ, സാൻഡ്രോ തളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കഴിഞ്ഞ കോട്ടയം ഇടുക്കി ജില്ലാ സ്കൂൾ മീറ്റുകളിൽ നിന്നും മിന്നും പ്രകടനവുമായി ഇടുക്കി പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. സ്വന്തമായി സ്റ്റേഡിയം പോലും ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് സ്വർണ്ണങ്ങൾ വാരിക്കൂട്ടിയത്. ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ജുവൽ തോമസ് സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് പാലായിൽ നടന്ന മീറ്റിൽ ദേശീയ റെക്കോർഡും മറികടന്നാണ് പുതിയ ഉയരങ്ങൾ താണ്ടിയത്. 2.12 ഉയരം താണ്ടി ജുവൽ പുതിയ റെക്കോർഡിട്ടു. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 100, 200, 110 ഹഡിൽസിലും ശ്രീഹരി സി ബിനുവും ജില്ലാ മീറ്റിൽ 3 സ്വർണം നേടിയിരുന്നു. ഇടുക്കി ജില്ലാ സ്കൂൾ കായികമേളയിൽ കേദാർ ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും സ്വർണം നേടി. ആബിയ ആൻഡ് ജിജി ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹൈ ജമ്പിലും ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും സ്വർണം നേടി. കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ ഹഡിൽസിൽ 3-ാം സ്ഥാനം നേടിയിരുന്നു. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 200, 400, 800 മീറ്ററുകളിൽ അനൈന പി അജ്മുദ്ദീനും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. ഇടുക്കി, കോട്ടയം ജില്ലാ മീറ്റുകളിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിലെ മറ്റ് വിദ്യാർത്ഥികളും വെള്ളിയും വെങ്കലവും നേടി മികച്ച വിജയം നേടിയിരുന്നു. കഴിഞ്ഞ സ്കൂൾ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 2 മീറ്റ് റെക്കോർഡോടെ 5 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ ഇവിടെ വിദ്യാർത്ഥികൾ നേടിയിരുന്നു. സന്തോഷ് ജോർജിൻ്റെയും വിനോദയുടെയും നേതൃത്വത്തിൽ സൗജന്യമായാണ് ഇവിടെ പരിശീലനം നടക്കുന്നത്. എൻ്റെ പേര് ജുവൽ തോമസ്. ഞാനിവിടെ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാഡമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഐറ്റം ഹൈ ജമ്പാണ്. ഞാൻ 5 വർഷമായിട്ട് കോച്ചിങ് ചെയ്യുന്നുണ്ട്. ജൂനിയർ സാഫ് ഗെയിംസിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ 4ലധികം നാഷണലിലും മെഡലുകൾ നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ നല്ലൊരു ട്രാക്കോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് മീറ്റുകളിലും എല്ലാം മെഡൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേഡിയത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1 വർഷമായിട്ട് പൂഴി മണ്ണ്, വെള്ളം, ഇത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ മക്കളെ മത്സരത്തെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിച്ചത്. ടാറിട്ട റോഡിലൂടെയാണ് പ്രാക്ടീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷമായിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിലെ ഒരു പണിയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു എക്സസൈസ് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു
ഗ്രൗണ്ടിൻ്റെ പണി ഭാഗികമായിട്ട് നടക്കുന്നു. മുന്നോട്ട് ഗ്രൗണ്ട് നന്നായിട്ട് വന്നാൽ മക്കളെ ഉയരങ്ങളിലെത്താനായിട്ട് ഈ ഗ്രൗണ്ട് കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് പിള്ളേർക്ക് കൂടുതലും പിള്ളേർക്ക് ഇഞ്ചുറീസാണ്. പിള്ളേരെല്ലാം കാലിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ യൂനിസാറിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരുന്നത് തന്നെ മുമ്പോട്ട് പിള്ളേർക്ക് നല്ല രീതിക്ക് ഉയരങ്ങളിലെത്താൻ തന്നെ സാധിക്കും. അതുകൊണ്ട് സന്തോഷ് സാറിൻ്റെ ഇതിന് ഏറ്റവും കൂടുതലും നമുക്ക് എടുത്തു പറയേണ്ടത് സന്തോഷ് സാറിൻ്റെ പിന്തുണയാണ് പിള്ളേർക്ക്. പിള്ളേർ വന്നില്ലെങ്കിൽ പോലും സാറ് വിളിച്ച് ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് പിള്ളേർ ആഴ്ച 2 ദിവസം പാലായിൽ അവിടെ ഫീസ് അടച്ചിട്ടാണ് സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിൽ നിന്ന് മത്സരിച്ച് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ശ്രീഹരി ബിനു 100 മീറ്ററിൽ ഗോൾഡ്, 110 മീറ്റർ ഹഡിൽസിൽ ഗോൾഡ്, 200 മീറ്ററിൽ ഗോൾഡ്. ജൂബൽ തോമസ് ഹൈ ജമ്പിൽ ഗോൾഡ് മെഡൽ വിത്ത് നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് കേദാർനാഥ് KS ഹൈ ജമ്പ് ഗോൾഡ് മെഡൽ വിത്ത് ന്യൂ മീറ്റർ റെക്കോർഡ് ആൻഡ് ട്രിപ്പിൾ ജമ്പ് ഗോൾഡ് മെഡൽ ആൻഡ് ലോങ് ജമ്പ് ഗോൾഡ് മെഡൽ. അബിയ ആൻഡ് ജിജി. അബിയ ഈ കഴിഞ്ഞ ജൂനിയർ നാഷണലിൽ നാഷണൽ റെക്കോർഡോടുകൂടി ഹൈ ജമ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. ഇപ്പോൾ നടന്ന ജില്ലാ മീറ്റിൽ ഹൈ ജമ്പിൽ ഗോൾഡ് മെഡൽ വിത്ത് ന്യൂ മീറ്റർ റെക്കോർഡ്, അതുപോലെ ലോങ് ജമ്പിൽ ഗോൾഡ് മെഡൽ, ട്രിപ്പിൾ ജമ്പിൽ ഗോൾഡ് മെഡൽ. അനന്യ പി അജിമുദ്ദീന് ഈ വർഷം നടന്ന ജൂനിയർ നാഷണലിൽ മിഡിൽ റിലേയിൽ ബ്രോൺസ് മെഡൽ. അതുപോലെ ജില്ലാ മീറ്റിൽ 200 മീറ്റർ ഗോൾഡ് മെഡൽ, 400 മീറ്റർ ഗോൾഡ് മെഡൽ, 800 മീറ്റർ ഗോൾഡ് മെഡൽ. അവർ ഈ വർഷം നമുക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഇവരിപ്പോൾ എൻ്റെ കൂടെ ആയിട്ട് ഏകദേശം 5 വർഷത്തോളമായി ഈ കുട്ടികൾ എൻ്റെ കൂടെ വന്നിട്ട്. ഈ വർഷം നമുക്ക് ശരിക്കും പൊതുവെ ഞങ്ങളുടെ ഈ ഗ്രൗണ്ടും എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 27-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലും കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സിന്തറ്റിക് ട്രാക്ക് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതിൽ കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് അധികൃതരുടെ എല്ലാ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദൃശ്യ ന്യൂസ് മുണ്ടക്കയം. ശബരിമല മണ്ഡലകാലത്തിന് 28 ദിവസം മാത്രം ബാക്കി നിൽക്കെ 2 കോടിയോളം തീർത്ഥാടകരെത്തുന്ന എരുമേലിയിലും പമ്പയിലും അടിസ്ഥാന സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഏർപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. എരുമേലിയിലേക്കുള്ള പല ഗ്രാമീണ റോഡുകളുടെയും സ്ഥിതി ദയനീയമാണ്. വിവിധ ജില്ലകളിൽ നിന്നും 50 സ്പെഷ്യൽ ബസ്സുകളും 200-ലധികം ജീവനക്കാരും എത്തുന്ന എരുമേലി KSRTC ഡിപ്പോയുടെ നില ദയനീയമാണ്. ചെളിക്കുളമായി മാറുന്ന ഡിപ്പോയിൽ ടോയ്ലറ്റ് സൗകര്യം പരിമിതമാണ്. 50 വർഷം പഴക്കമുള്ള എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരിയ നവീകരണം പോലും നടത്താനായിട്ടില്ല. 27 വർഷം മുൻപ് അനുമതിയായ ശബരി റെയിൽവേ പദ്ധതി ഇപ്പോഴും രേഖകളിൽ മാത്രമാണ്. 2029 നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്ന എരുമേലി ശബരി എയർപോർട്ട് പദ്ധതിയും നിയമക്കുരുക്കിൽ തന്നെയാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാനനപാത സുരക്ഷിതമാക്കാനോ ഇടത്താവളങ്ങളിൽ വൈദ്യുതി എത്തിക്കുവാനോ നടപടിയായിട്ടില്ല. തുലാമഴ ഡിസംബർ വരെ നീളുന്ന സാഹചര്യമുണ്ടായാൽ തീർത്ഥാടന പാതയിൽ മിന്നൽ പ്രളയം നേരിടാനുള്ള സൗകര്യങ്ങളുമില്ല. മുൻ വർഷങ്ങളിൽ നവംബറിന് മുൻപ് കാനനപാതയിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുമായിരുന്നു. എരുമേലിയിൽ തീർത്ഥാടകർക്ക് പേട്ടത്തുള്ളലിനായി പിൽഗ്രിം പാത്ത് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് 3 പതിറ്റാണ്ട് പഴക്കമുണ്ട്. എരുമേലിയിൽ സ്ഥിരമായി ഫയർ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യവും നടപ്പായിട്ടില്ല. നിലവിൽ കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷനിൽ നിന്നും ഒരു യൂണിറ്റ് താൽക്കാലികമായി സീസണിൽ എരുമേലിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് പതിവ്. പമ്പയിൽ തിരക്ക് കൂടുമ്പോൾ എരുമേലിയിൽ തീർത്ഥാടക വാഹനങ്ങൾ തടയുക പതിവാണ്. 100 കണക്കിന് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടുതൽ പാർക്കിംഗ് മൈതാനങ്ങൾ നിർമ്മിക്കാനും സാധിച്ചിട്ടില്ല. ദൃശ്യ ന്യൂസ് എരുമേലി. പട്ടിത്താനം ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട കാറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തിറക്കിയത്. തളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ തവളക്കുഴിക്ക് സമീപം അപകടം നടന്നത്. പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന കാറും എറണാകുളത്ത് നിന്ന് പന്തളത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പന്തളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ 7 വയസ്സുള്ള കുട്ടിയും മാതാപിതാക്കളുമാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ടവരെ മറ്റൊരു കാറിൽ കുട്ടികൾ ഉൾപ്പെടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയും വെളിച്ചത്തിന്റെ കുറവുമാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽ 2 കാറുകളും പൂർണ്ണമായും തകർന്നു.
പ്രൈം ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.